അബ്ദുള്ള എന്ന് പറയുമ്പോൾ ഈ നാറ്റോ സ്പെഷ്യലിസ്റ്റാണ്. അത് കേരളത്തിൽ ഒരേ ഒരു യൂണിറ്റ് ഉണ്ട് നാറ്റോഡിക്കോക്കോ പ്രോസസ് ചെയ്യുന്നത്, അത് അബ്ദുള്ളയാണ്. നമ്മുടെ ട്രെയിനിങ് കഴിഞ്ഞ് പോയി പുള്ളിയുടേതായ കുറേ ഐഡിയാസ് ഒക്കെ വെച്ച് ആ പ്രോഡക്റ്റ് ഡെവലപ്പ് ചെയ്ത് കുറേ കഷ്ടപ്പെട്ടു. പക്ഷെ ഇപ്പോൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന ഒരു ഓൺട്രപ്രണറാണ് അബ്ദുള്ള എന്ന് പറയുന്നത്. മിക്കവാറും ഫ്രൂട്ട് ജ്യൂസ് ഇൻഡസ്ട്രികൾക്കൊക്കെ അബ്ദുള്ളയാണ് സപ്ലൈ ചെയ്യുന്നത്. നാറ്റോഡിക്കോക്കോ നമ്മൾ പറഞ്ഞില്ല, ജെല്ലി അതിൻ്റെ ടെക്നോളജി വളരെ ഇതായിട്ട് നല്ല രീതിയിൽ വിനാഗിരി ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ നാറ്റോഡിക്കോക്കോയും ചെയ്യുന്നുണ്ട്. തേങ്ങാവെള്ളത്തിൽ നിന്ന് കണ്ണൂരാണ് യൂണിറ്റ്. പിന്നെ പ്രോഡക്ട്സ് തൃശ്ശൂർ, അവർക്കും ഇതേപോലെ കോക്കനട്ട് ലെമനേഡ് നമ്മുടെ ട്രെയിൻ കഴിഞ്ഞതാണ്. കോക്കനട്ട് ലെമനേഡ്, കോക്കനട്ട് ചമ്മന്തിപ്പൊടി, വറുത്തരച്ച കറിക്കൂട്ടുകൾ അത് ചെയ്യുന്നുണ്ട് അവർ. അതുപോലെ തന്നെ സോപ്പൊക്കെ ചെയ്യുന്നുണ്ട്, വെർജിൻ ഓയിൽ വെച്ച് സോപ്പ്, പിന്നെ ഗ്ലൂസ് പൊടി, അങ്ങനത്തെ ചെറിയ യൂണിറ്റുകളായിട്ടോ. നമുക്കൊരു കോടികളുടെ ഇൻവെസ്റ്റ്മെന്റിലുള്ള യൂണിറ്റ് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷേ ചെറിയ രീതിയിലാണെങ്കിൽ നല്ല സക്സസ്ഫുൾ ആയിട്ട് പോകുന്ന ഒരു യൂണിറ്റാണ്. നമ്മൾ ആ മിനിമം പ്രോസസ്സിങ് കൈക്കിന്റെ ലഘു സംസ്കരണം പറഞ്ഞില്ലേ, കൈക്കിന്റെ ഷേപ്പ് ചെയ്തിട്ട് അതിനൊരു അത് ചെയ്യുന്ന ഒരു യൂണിറ്റാണ് കൊക്കോ മിയർ എന്ന് പറയും. ഇത് ശ്രീവേദർ ഫസ്റ്റ് അവർ നമ്മുടെ അവിടെ വന്ന് ട്രെയിനിങ് എടുത്തു. അതിനുശേഷം അവർ പൂനെ പോയി അവർ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു. അവിടെ നാളികേരം ഇതുപോലെ പ്രൂവ് ചെയ്ത് പൊതിഞ്ഞ് പാക്ക് ചെയ്ത് എല്ലാ വീടുകളിലും ഇളനീര് നമ്മൾ പാലൊക്കെ വാങ്ങുന്നത് പാലൊക്കെ വാങ്ങുന്നത് ഡെയിലി പിന്നെ അവിടെ ഏരിയയിലുള്ള മിക്ക വീടുകളിലും ഡെയിലി ബേസിസിൽ പോയി സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇളനീര് അത്ര ഗുണമുള്ള പാനീയമാണ് നമുക്കറിയാം. പക്ഷെ അവരത് അതിനെ ആ സാധ്യത മുതലാണ് അത് അവരത് ചെയ്യുന്നത്. പിന്നെ അവർക്ക് വളരെ സക്സസ്ഫുൾ ആണ്. അവിടെ ടൈംസ് ഓഫ് ഇന്ത്യ ഒക്കെ ഓണർ ചെയ്തിട്ടുണ്ട്, ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ വെറുതെ പറയുന്നതല്ല, ഇത് ഇതേപോലെ കേസ് സ്റ്റഡീസ് ഉണ്ട്, സക്സസ്ഫുൾ ആയിട്ട് പോയിട്ടുള്ള ഓൺട്രപ്രണേഴ്സ് ഉണ്ട്. അപ്പം അതിന്റെ സാധ്യതകൾ പരമാവധി മുതലാക്കി നമ്മൾ നാളികേര മൂല്യവർദ്ധനവിനെ കുറിച്ചൊന്ന് ചിന്തിക്കാം. ഓക്കെ.